തെങ്കാശി വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഞങ്ങളിത് രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുനലൂർ വഴിയാണ് പോകുന്നത്. ആ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ചേട്ടന്, പിന്നെ മോന്, എൻ്റെ നാത്തൂന്, പിന്നെ ചേട്ടൻ്റെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തെങ്കാശി എന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ ചേട്ടനോട് പറയാം, ചേട്ടാ നമുക്ക് തെങ്കാശി വരെ ഒന്ന് പോയിട്ട് വരാം, മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് തെങ്കാശി. പോകുന്ന വഴിക്ക് ഫസ്റ്റ് നമ്മൾ കയറിയത് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് പോകുന്ന വഴിക്ക്, അവിടെയാണ് കയറിയത് കേട്ടോ. പിന്നീട് നമ്മൾ തിരുമലക്കോവിൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റെയർ കയറി പോകാം, അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു പാർക്കിംഗ് ഒരു ഫീ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ കേട്ടോ. നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോയത്. പോകുന്ന സമയത്ത് ഇതുപോലെ നല്ല കോടയൊക്കെ നിറഞ്ഞ നല്ല 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 വൈബാണ് നമുക്കിത്. ഭയങ്കര നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്കിത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ പറയേണ്ട അസാധ്യ ഭംഗി. ഏറ്റവും ടോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ആദ്യം സ്ഥലം കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സ്ഥലം കിട്ടിയത്. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നിന്നപ്പോൾ കാണുന്ന കാഴ്ചയാണിത് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മളെ കാറ്റ് നല്ല രീതിയിൽ അടിച്ച് പറത്തി എടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് പിടിച്ച് സൂക്ഷിച്ച് നിൽക്കുക. അത്ര തോനെയും കാറ്റാണ് അവിടെ വരുന്നത്. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളിവിടെ പോയി ആസ്വദിക്കണം കേട്ടോ. ഈ ആലിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള എല്ലാ നെഗറ്റീവുകളും പോയിട്ട് നമ്മുടെ മനസ്സ് ഭയങ്കര പീസ്ഫുള്ളായിട്ടിരിക്കും. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. അമ്പലത്തിൽ കയറാനായിട്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു ആ സമയത്താണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതു ഇറങ്ങി എന്നുള്ള, ഉള്ളിലേക്ക് പോയില്ല. ഒരുപാട് സമയം നിൽക്കേണ്ടി വരുമായിരുന്നു. മക്കൾ ഇതുപോലെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ആനപ്പുറത്ത് കയറി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ആരെങ്കിലുമൊക്കെ ഈ സ്ഥലത്ത് പോകാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോവാട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്, അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിലോട്ടൊക്കെ ഭയങ്കര താല്പര്യമുള്ളവർക്കായിരിക്കും കുറച്ചുകൂടെ അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഈ താഴേക്കുള്ള ആ ഒരു വ്യൂ ഭയങ്കര മനോഹരമാണ്. ഒരുപാട് നെൽവയലുകൾ, പാടങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് കൃഷി ചെയ്യാനായിട്ട്. ഭയങ്കര പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് മലകളും പിന്നെ ഭയങ്കര കോട ഇറങ്ങുന്ന ആ ഒരു സംഭവമൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അപ്പം നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു ഡാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡാമിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പം രണ്ട് സൈഡിലും ഇതുപോലെ ഭയങ്കര മനോഹരമായിട്ടുള്ള വയലാണ്. രണ്ട് സൈഡിലും ഇത് തന്നെയാണ്. ഭയങ്കര സൂപ്പർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി ലൊക്കേഷനാണിത്. അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണം കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു കപ്പിള് അവിടെ വന്നിട്ട് ഫോട്ടോസ് വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ വയലിൻ്റെ അവിടെ. നമ്മൾ പിന്നീട് ഡാമിലേക്ക് വന്നു. ഡാമിലേക്ക് അങ്ങ് ഉള്ളിലേക്ക് പോയാൽ വലിയ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു തിരിച്ചു പോരുന്നു. പിന്നെ ഞങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് ഈ വയലാണ്. അപ്പം വയലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും ഇതുപോലെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങളുടെ വീഡിയോയുടെ ഷോ ആയിരുന്നു കേട്ടോ. ചേട്ടൻ ഇതുപോലെ ഭയങ്കരമായിട്ട് അഭിനയിച്ചൊക്കെ വരുന്നുണ്ട്. ഞാനും ചേട്ടനും ഭയങ്കര കുഞ്ചോക്കോ ബോബനും ശാലിനിയും പോലെ കൈയൊക്കെ പിടിച്ചിങ്ങനെ വയലിലൂടെ വരുന്നതൊക്കെ ഒരു വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ നേരെ വിട്ടത് സുന്ദരപാണ്ഡ്യപുരത്താണ്. ഇവിടേക്ക് വരുന്നവർ ദയവ് ചെയ്ത് ഇപ്പോഴേ വരാൻ നിൽക്കരുത്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ സൂര്യകാന്തി ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ അവർ വിളവിട്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ഓണം പകുതിയൊക്കെ ഓണത്തിൻ്റെ ആ മാസം ഉണ്ടല്ലോ, അടുത്ത മാസം ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് വിരിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു റീൽസിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തു കേട്ടോ. അത് പക്ഷേ ഭയങ്കര ബോറായിപ്പോയി, അതുകൊണ്ട് അത് പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട്. പൂക്കളൊക്കെ നമ്മൾ ചെന്ന സമയം കുറച്ച് 1 മണിയോടടുത്ത സമയമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷനൊക്കെ ഇപ്പം അതിന് ടൈം അല്ലെങ്കിൽ പോലും ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഒരു
10-30 പേരെങ്കിലും വന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴും ഇവിടെ ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട്. പിന്നെ ഈ കാണാൻ വരുന്ന ഒരാൾക്ക് ആ പാടത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അവർ ചെയ്യുന്ന ചാർജ് 25 രൂപയാണ് ഒരാൾക്ക് ആ പാടത്തിലേക്ക് ഇറങ്ങി എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാം കേട്ടോ. നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം. പക്ഷേ ഇറങ്ങുമ്പോൾ നമ്മളൊരു 25 രൂപ ഒരാൾക്കെന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രം താല്പര്യമുള്ളവരാണെങ്കിൽ വരമ്പിൻ്റെ മുകളിൽ നിന്ന് കാണുന്നതായിരിക്കും ഭംഗി. കാര്യം ഇതിനോടൊന്നും വലിയ ഫോട്ടോസിനോടൊന്നും താല്പര്യമില്ലാത്തവരൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല 25 രൂപ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെപ്പോലെ ഇച്ചിരി പ്രാന്ത് പിടിച്ചതെന്ന് വെച്ചാൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇച്ചിരി പ്രാന്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. പിന്നെ നമ്മുടെ കയ്യിലുള്ളതൊരു ഞങ്ങളുടെ ആരുടെയും കയ്യിൽ അത്ര ക്വാളിറ്റിയുള്ള ഫോണൊന്നും അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം ക്വാളിറ്റിയിലുള്ള വീഡിയോസും ഫോട്ടോസും മാത്രമേ ഉള്ളൂ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഇതേ അന്യൻ പാറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്യൻ ഫിലിം ഇല്ലേ, അതിൽ ഷൂട്ട് ചെയ്ത കുറേ പാറ ഉണ്ട് അവിടെ. അപ്പോൾ ആ പാറയിൽ ഇതുപോലെ കുറേ നമ്മുടെ തമിഴിലുള്ള കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയും ഭയങ്കര മനോഹരമാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനമാണ് ദേ ഈ കാണുന്ന ഈ അമ്പലം. ഇത് കാണാനാണ് ഞങ്ങളവിടെ പോകാറുള്ളത്.